ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള റാണി പിങ്ക് കളറിൽ നമുക്ക് രണ്ട് പാറ്റേൺസിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ ഇതിന്റെ ഒരു ഇത് ഈ ഒരു നെക്ക് ഡിസൈൻ ഫാബ്രിക് വെച്ചിട്ട് നമ്മൾ വേറെ നെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ഒരു നെക്ക് കുറച്ച് ക്ലോസ് ആയിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒരു കുറച്ച് വൈഡ് ആയിട്ടുള്ള ഒരു വി കട്ടിങ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ചെയ്തേക്കുന്ന ഒരു സ്ട്രെയിറ്റ് വി ആണ്. അപ്പൊ ഇതുപോലെ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു വി കട്ടിങ് കൊടുത്തിട്ട് ഇതുപോലെ നല്ല അടിപൊളി നല്ലൊരു കളറും ഈ ഒരു ഇതിനകത്തോട്ട് അതിന്റെ മൾട്ടി കളർ എംബ്രോയിഡറി വരുന്നത് ആ ഒരു റാണി പിങ്ക് കളറാണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു കോമ്പിനേഷൻ കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്നിട്ട് സ്ലീവിലേക്ക് ഡിഫറെന്റ് ആയിട്ട് ചെറിയൊരു പടി പോലെ അതിന് ഗ്യാപ്പ് ഇട്ടിട്ട് അത് കൊടുത്തിട്ടുണ്ട്. വേണം അതിന്റെ ആ ഭംഗി വരുന്ന ഇതുപോലെ നല്ല ബ്ലൂ കളർ ക്ലോസ് ആയിട്ട് ചെയ്തിട്ട് ഇതുപോലെ നല്ല ഡിസൈൻ ഫാബ്രിക് എല്ലാം വെച്ചിട്ട് ഇതുപോലെ ആയിരിക്കും. ജോർജറ്റാണ് ഫാബ്രിക് വരുന്നത്. നല്ല ഭംഗിയായിട്ടോ ഈ ഒരു കളർ ഞാൻ കാണിച്ചത് അതിന്റെ ക്ലോസ് ആയിട്ട് ഇതുപോലെ ഇതാ സിമ്പിൾ ആയിട്ടാണ് ചെയ്തേക്കണെങ്കിലും നല്ല രസമാണ്. ആ ഫാബ്രിക് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് അത്യാവശ്യം നല്ല തിക്ക് വർക്ക് വരുന്ന കേട്ടോ. ഇപ്പൊ വിസിബിൾ ആവുന്നത് എന്താ പറയാ ഈ ഒരു റാണി പിങ്ക് കളർ ആണെങ്കിലും അതിന്റെ ഉള്ളിലോട്ട് ഫുൾ ത്രെഡ് വർക്ക് വരുന്ന ബ്ലൂ വർക്ക് വരുന്നുണ്ട് കണ്ടോ. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടുള്ള ലൈൻ ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പം ഈ ഒരു പാറ്റേൺ ഇതുപോലെ ഞാൻ വേറെ ചെയ്തേക്കുന്നത് നല്ല അത്യാവശ്യം വിട്ടും ലെങ്ത്തും അത്യാവശ്യം ലെങ്ത് ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു ഫ്രോക്ക് പോലെ വെയർ ചെയ്യാം. സെയിം ടോൺ തന്നെ ജോർജറ്റ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് ബോട്ടം ടോപ്പ് ഇതൊക്കെ ദുപ്പട്ടയൊക്കെ ഫുൾ സെറ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും ടൈം എടുക്കും കേട്ടോ. അപ്പൊ ഇതുപോലെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്. ഈ ഒരു ഇതുപോലെ കണ്ടോ. ഇനി ഞാൻ വേറൊരു പാറ്റേൺ കൂടെ കാണിച്ചു തരാം. ഇതാ ഇതുപോലെ ഇത് നല്ല എന്താ പറയാ ഇതിന്റെ യോക്കിൽ വെച്ചേക്കേണ്ടതും ശരിക്കും ഒരു മൾട്ടി കളർ ഒരു ഫുള്ളി ത്രെഡ് വർക്ക് വരുന്ന ഒരു ഫാബ്രിക് കണ്ടോ. അതാണ് അതിന്റെ നല്ല ഭംഗിയാണ്. ആ ഒരു യോക്ക് കാണാൻ പ്യുവർ ഫാബ്രിക്കിലോട്ടുള്ള ഒരു യോക്കാണ്. അതിന്റെ ആ ഷൈനിങ് കണ്ടോ. സീക്വൻസും ത്രെഡിൽ വർക്കൊക്കെ കുറച്ച് പ്യുവറിലേക്ക് ചെയ്തേക്കുന്നതാണിത്. അപ്പം ഇതിനകത്ത് നമ്മൾ ഈ ടോപ്പിന് യൂസ് ചെയ്തേക്കുന്നതും കുറച്ച് പ്യുവർ ആയിട്ടുള്ള ജോർജറ്റ് ആണ് കേട്ടോ. കാരണം യോക്ക് പ്യുവർ ആയതുകൊണ്ട് തന്നെ ഒന്ന് ഫസ്റ്റ് നമ്മളൊന്ന് ഡ്രൈ വാഷ് ചെയ്യേണ്ടി വരും. ബാക്ക് സൈഡ് ഇതേപോലെ നോർമൽ ജോർജറ്റിലേക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഈ യോക്ക് പ്യുവർ ആയതുകൊണ്ട് നമുക്ക് ആ എക്സാക്ട് കളർ കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും സിമിലർ ആയിട്ട് നമുക്ക് ഇതേപോലെയാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇത് വേറെ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഭയങ്കര സ്ലിം ലുക്കാണ്. അതേപോലെ ഒതുങ്ങി കിടന്നോളും. ശരിക്കും ഈ ഒരു യോക്ക് എല്ലാവർക്കും നല്ല ഇതായിട്ട് സ്യൂട്ട് ആവുന്നതാണ് കേട്ടോ. ഫ്രണ്ടിലെ പ്ലീറ്റ്സ് വരുന്നത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതിന് കാരണം എല്ലാവർക്കും നല്ല ഒതുക്കം തോന്നും. വയറിന്റെ ഭാഗമൊന്നും അങ്ങനെ കാണില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എല്ലാവർക്കും സ്യൂട്ട് ആവുന്നതാണ്. ഗ്യാദേഴ്സ് ആവുമ്പോഴേ കുറച്ച് വണ്ണം തോന്നുന്നു. ഇത് പ്ലീറ്റ്സ് ആണ് ഇട്ടേക്കുന്നത്. അപ്പം ഇതേപോലെ ആയിരിക്കും ഇതിന്റെ നെക്ക് പാറ്റേണും. ഇതെല്ലാം ക്ലോസ് നല്ല ഒതുക്കം തോന്നുന്ന ഒരു പാറ്റേൺ ആണ്. ഇതിന്റെ നെക്കിന്റെ ഡിസൈൻ കണ്ടോ ഇതുപോലെയാണ്. അതാ ക്ലോസ് ആയിട്ട് വരുമ്പോൾ അതിന്റെ ഭംഗി വരുന്ന ഷൈനിങ് എല്ലാം കാര്യങ്ങളും ഇതുപോലെ ഉണ്ടാവും. ഈ ഒരു ലുക്ക് ആയിരിക്കും. അടിപൊളിയായിട്ടുള്ള ഒരു പാറ്റേൺ കാണിച്ചു തരാട്ടോ. നമ്മൾ എന്താ പറയാ ഒരു ഡാർക്ക് പീച്ച് ഷെയ്ഡിലൊക്കെ ഓവർ പീച്ച് അല്ല. ശരിക്കും നമ്മൾ ഇങ്ങനെ ഭയങ്കര ഓവർ അങ്ങനെ ഒരു മാതിരി കളർ ഒന്നും ചേരില്ല. ഇത് നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു പീച്ച് കളറാണ്. അതിനകത്തോട്ട് നമ്മൾ ഈ ഒരു ബനാറസിയുടെ വീവിങ് വരുന്ന അതായത് ബ്രോക്കേഡിന്റെ പ്യുവർ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ശരിക്കും അങ്ങനത്തെ ഫാബ്രിക് നമ്മളൊരു ഒത്തിരി ഡിസൈനർ ഫാബ്രിക്സ് വയ്ക്കുമ്പോൾ നമ്മൾ ഒത്തിരി എന്താ പറയാ ഷൈനിങ് ഉള്ളതോ അങ്ങനെയുള്ളതല്ലാതെ ഇത് സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് കാണുമ്പോൾ ഒരു സിമ്പിൾ ഒരു ലുക്ക് വരും. പക്ഷെ ഇത് വേറെ ചെയ്യുമ്പോഴായിരിക്കും ഇതിന്റെ ഭംഗി. അത് ഞാൻ വേറെ ഇത് കാണിച്ചു തരാം. ഈ ഒരു പാറ്റേൺ കണ്ടോ. ഇത് ഒരു ഞാൻ ഇതിന്റെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇതിന്റെ യോക്ക് വരുന്നത് ഇതുപോലെയാണ്. അതിന്റെ ശരിക്കും ആ ഒരു എക്സാക്ട് ആ കളറിനോട് സിമിലർ ആയിട്ടുള്ള ഒരു യോക്കാണ് നമ്മൾ വെച്ചേക്കുന്ന. ഒരു പീച്ചിൽ തന്നെ ഒരു ഗോൾഡൻ ഒരു സെറി വെച്ചിട്ടുള്ള ഒരു വർക്ക് വരുന്നത്. അപ്പൊ ഞാൻ ഇത് ഹൈലൈറ്റ് ചെയ്തിരുന്നില്ല, എടുത്ത് കാണിക്കുന്നില്ല. ഭയങ്കര സീക്വൻസോ വർക്കോ ത്രെഡോ ഭയങ്കര ഹെവി അല്ല. പക്ഷെ ആ ഒരു വർക്കിൽ നല്ല ഭംഗിയാണ്. ശരിക്കും നമ്മളൊരു സിൽക്ക് സാരിയുടെ ഒക്കെ ബോർഡർ ആ ഒരു സിമിലർ ആയിട്ടുള്ളതില്ലേ അതുപോലെ വരുന്ന എക്സാക്ട് അതിനകത്തോട്ട് മാച്ച് ആയിട്ടുള്ള നല്ല ഡാർക്ക് പീച്ച് കളറിലോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ യോക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു യോക്കാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഒത്തിരി വർക്കോ കാര്യങ്ങളോ ഇല്ലാത്ത നല്ല ഇതുപോലത്തെ ഒരു ലുക്ക് വരുന്നത് അതാണ് കേട്ടോ. അപ്പം ഇതുപോലെ ബോർഡർ സ്ലീവിലേക്ക് വെച്ചാൽ ഒരു സിമിലർ ആവുന്ന വെച്ചിട്ടാണ് വെക്കാണ്ടിരുന്നത്. അപ്പം ഇതുപോലെ ഉണ്ടാവും ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്. ഇതുപോലെ നല്ല ഡാർക്ക് പീച്ച് കളറിലോട്ട് ചേരും. നല്ല ഭംഗിയിൽ വേറെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നേരെ കാണാൻ നല്ല രസമാട്ടോ. ഈ ഒരു യോക്കും ഇതിനകത്തോട്ട് മാച്ച് ആയിട്ട് ഇത് കൊടുത്തു കഴിയുമ്പോൾ നല്ല രസമാണ്. ഓക്കെ, അപ്പം ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് നമ്മളൊരു 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.